ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിലെ ഫസ്റ്റ് തീം എക്സിബിഷനായ ആൻറ്റിലിയ ബാലി ദ്വീപ് ഫെസ്റ്റ് 2025 കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ബാലിക്ക് പോകാനുള്ള ടിക്കറ്റിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾക്ക് വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, എന്തിന് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒരു ടെൻഷൻ പോലും ഇല്ലാതെ ഒരു 100 രൂപ കൊടുത്ത് നമ്മളുടെ കൊച്ചിയിൽ ഒരു ബാലി യാത്രയ്ക്ക് പോയാലോ. പിന്നെ വേറൊരു കാര്യം, ടിക്കറ്റ് എടുക്കുന്നവരിൽ നിന്ന് ലക്കി ഡ്രോയിലൂടെ ബമ്പർ പ്രൈസായിട്ട് 3 സെൻറ്റ് സ്ഥലം നമുക്ക് സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ്. ടുട്ടു എന്തായാലും നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ബാനറിൽ അവിടെ ഇവിടെ മീനുകളുടെയും ഓരോരോ സീനറീസ് കണ്ടിട്ട് തന്നെ അവൻ ആകെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഇവരെന്താണ് അകത്ത് കയറാത്തതെന്നുള്ള രീതിയിൽ അവൻ നിൽക്കുകയായിരുന്നു. നല്ല ഹാപ്പിയും, എല്ലാവരും ക്ഷമ വിട്ടു അവൻ്റെ. ഞാനവിടെ കൂപ്പൺ എഴുതുമ്പോൾ അവനത് എഴുതി തീർക്കാനുള്ള ക്ഷമയും കൂടി ഉണ്ടായിരുന്നില്ല. എത്ര പെട്ടെന്ന് ഉള്ളിൽ പോകണം ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ആൾ. ഹലോ ഗൈസ്, 100 രൂപ കൊടുത്ത് നമുക്ക് ബാലി ഫെസ്റ്റിലേക്ക് ഒന്ന് പോയി വന്നാലോ. കൊച്ചിയിലത്തെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിലാണ് ഈ ബാലി ഫെസ്റ്റ് നടക്കുന്നത്. നമുക്ക് 100 രൂപയാണ്, നമുക്കൊന്ന് പോയി നോക്കിയാലോ. അങ്ങനെ ഞങ്ങൾ ബാലിയിലേക്ക് കയറുകയാണ് ഗൈസ്. കയറുമ്പോൾ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഫ്ലവേഴ്സും ബ്രാഞ്ചസും ലീവ്സും ഒക്കെ ആയിട്ട് നല്ല ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ബാലിയിലെ എക്സ്ക്ലൂസീവ് അക്വാ ടൂറിസം നമ്മളുടെ കൊച്ചിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു അവസരം തന്നെയാണത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ ഹാളിൽ ഒരു കൊച്ചു ബാലി തന്നെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാലി ദ്വീപിൻ്റെ എല്ലാ ആകർഷകമായ സ്പോട്ടുകളും ഇവർ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ പോണ്ട് പോലെ ആക്കിയിട്ട് അത് വലിയ മീനുകൾ, അതിൽ നമുക്ക് ഹാൻഡ് ഫീഡിങ്ങും എല്ലാം ചെയ്യാം. ഞങ്ങൾ ചെന്നപ്പോഴേക്കും നൈറ്റ് ടൈമായി, അതുകൊണ്ട് വലിയ ഫീഡിംഗ് ഒന്നും കൊടുക്കണില്ല. കാര്യമായിട്ട് ഒരു സൈഡിൽ മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ വലിയ ഫിഷിനൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ നടപ്പാതയായിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ലൊരു രസം തന്നെ ആട്ടോ കാണാം. അത് ചെയ്യുന്നത് കണ്ടറിയണം, നല്ല എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ ആട്ടുതൊട്ടിലുണ്ടായിരുന്നു. ചെറിയ മോന് ഭയങ്കര ഇഷ്ടമായി. അവൻ അതിൽ കുറേ നേരം ഇരുന്ന് എൻജോയ് ചെയ്ത്. ഞങ്ങളും എല്ലാവരും ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അവന് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ടാണ് ലൈവ് ഫിഷ് ഫീഡിങ്ങിൻ്റെ അവിടേക്ക് പോയത്. അവിടെ ചെറിയ ചെറിയ മീനുകളായിരുന്നു. എല്ലാവരും ഫിഷ് ഫീഡ് ചെയ്യാൻ തന്നു. അവനും കുറച്ചൊക്കെ ഇട്ടു. പക്ഷേ അവനൊന്ന് പേടിച്ചു പോയി. എന്നാലും നല്ല രസമാണ്, ഇക്കിളിയാക്കണ ഒരു ഫീലിംഗ് അല്ലേ. ഇതിപ്പോൾ ഫിഷ് ഫീഡിങ് മിക്കയിടത്തും ഉള്ള കാരണം ആദ്യമൊക്കെ എനിക്കിത് കാണുമ്പോൾ ഒരു പേടിയായിരുന്നു. പക്ഷേ ഒന്നുമില്ല എന്നുള്ള ഇതായപ്പോൾ അത് നല്ലൊരു രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക്. നമുക്ക് ഒരേ സൈഡ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. എന്താ വെച്ചാൽ നല്ല ബ്രൈറ്റ് കളർ ലൈറ്റ്സുകളും ലൈറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നടപ്പാതെയൊക്കെ നല്ല വെള്ളാരങ്കല്ല് പോലെയൊക്കെ വെച്ചിട്ട് സൈഡിലൊക്കെ നല്ല ചെടികൾ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പക്ഷികളിനെ, തത്തമ്മ, കുഞ്ഞിപ്രാവുകൾ, അങ്ങനത്തെയൊക്കെ കിളികളിനൊക്കെ വെച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് തന്നെ അവിടെ ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളും അവിടെ ഇരുന്നിട്ട് ഫോട്ടോകളൊക്കെ എടുത്തു, റീൽസൊക്കെ എടുത്തു. നമുക്ക് നല്ല ഹാപ്പിയാവും. നല്ല നല്ല ഫോട്ടോസായിരുന്നു കേട്ടോ, ക്യൂട്ട് ഫോട്ടോസ്. അപ്പോൾ ഞങ്ങളും കുറച്ച് അവിടെ ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. നമ്മൾക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് വന്ന് നല്ലപോലെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. അവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്വിങ് തന്നെയാണ്. സ്വിങ്ങിലേക്ക് കയറണമെങ്കിൽ അവരിതുപോലെ നടപ്പാതെയൊക്കെ വെച്ച് ഒരു ചെറിയ ഇതുപോലെ പോണ്ട് പോലെ ആക്കിയിട്ട് അതിലും കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. സ്വിങ്ങിലിരിക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കിളി പോണ എഫക്റ്റ് തന്നെയാണ്. പക്ഷേ സൂപ്പറായിരുന്നു, നമുക്ക് നല്ല ഇഷ്ടമാവും. പക്ഷേ നല്ല പേടിയാവും കയറാനും, കയറിയിരിക്കാനും ഇറങ്ങാനൊക്കെ കുറച്ച് പണിയൊക്കെ തന്നെയാണ്. പിന്നെ എസ്പെഷ്യലി അടിയിൽ വെള്ളമായ കാരണം നമുക്ക് ചെറിയൊരു ഭയം ഉണ്ടാവും. എന്നാലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ സൂപ്പറാണ്. നമുക്ക് ഫ്രണ്ട്സിൻ്റെയും കൂടെയും ഫാമിലീസിൻ്റെയും ഒക്കെ കപ്പിൾസ് ആയാലും ഇപ്പോൾ രാവിലെ ആയാലും രാത്രി ആയാലും സൂപ്പറായിരിക്കുള്ളൂ. നല്ലപോലെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും.
അവിടെ ബാലിയിലെ ഒരേ നല്ല നല്ല സ്പോട്ടുകൾ നല്ല സൂപ്പറായിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും കറക്റ്റായത് കിട്ടിയില്ലെങ്കിലും എന്നാലും നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഫുൾ സൈഡിലൊക്കെ ബാലിയുടെ ഓരോരോ ഫോട്ടോസും ഫേമസ് ആയ സീനറീസും ഒക്കെ വെച്ച് നല്ല രസമായിരുന്നു. ഏറ്റവും വലുത് അവിടുത്തെ ഫോട്ടോ പോയിൻറ്റ്സ് ആയിരുന്നു. ഇതുപോലെ സൈഡിൽ സ്മോക്ക് മെഷീനൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിരുന്നു. ടുട്ടുവിന് ആദ്യം കുറച്ച് പേടിയൊക്കെ ആയി, പക്ഷേ പിന്നെ ആൾ കുറച്ച് നേരമൊക്കെ സ്മോക്ക് മെഷീൻ്റെ അവിടെയൊക്കെ നിന്നിട്ട് ഇഷ്ടമായി ആൾക്ക്. പിന്നെ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത്. ഒരുപാട് നമ്മൾക്ക് നടപ്പാതയിലൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ആർച്ച് പോലെയൊക്കെ വെച്ച് നല്ല സൂപ്പർ എഫക്റ്റ് തന്നെയായിരുന്നു. എല്ലാവർക്കും ശരിക്കും 100 രൂപയ്ക്ക് അത് വെർത്തി തന്നെയാണ് കേട്ടോ. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സെൽഫി പോയിൻറ്റ്സും സ്പോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, തൊടരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരുന്നു. അങ്ങനെ ചിലതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, അങ്ങോട്ട് നമ്മളെ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ ഷൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ടുട്ടുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കയറിയത്, കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ബാലിയുടെ സെക്ഷൻ ഫോട്ടോ പോയിൻറ്റ്സും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറുന്നത് അക്വേറിയത്തിലേക്കാണ്. അക്വേറിയത്തിൽ കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് വലിയ മീനുകളായ അരാപ്പയ്മയൊക്കെയാണ്. പിന്നെ വേറെയും കുറേ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പേരൊന്നും അറിഞ്ഞൂടാ. രാത്രിയായി, എല്ലാവരും നല്ല ടയേർഡ് പോലെ തോന്നി. വലിയ ആക്ടിവിറ്റീസൊന്നും കാട്ടണില്ല, ഭയങ്കരമായിട്ട് മിക്കതും ഇങ്ങനെ കിടന്ന് ഉറങ്ങണ ആ ഫീൽ ആ രീതിയിലായിരുന്നു. ഫുള്ള് ബ്ലൂയിഷ് ലൈറ്റായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ ഏറ്റവും അവിടെ വേറെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്നതായ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കൂടെ ഉണ്ടായിരുന്നു അവിടെ ഈ പറഞ്ഞ പോലെ ഇതേപോലെ തന്നെ വലിയ വലിയ അരാപ്പയ്മ ആ മീൻ തന്നെയായിരുന്നു മെയിനായിട്ട് കണ്ടിരുന്നതൊക്കെ. ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും അവസാനമൊക്കെ ആയപ്പോഴേക്കും നല്ല ഒരു തിരക്കും ഇല്ലാണ്ട് സ്വസ്ഥമായിട്ട്, ഒരാൾ ശല്യവും ഇല്ലാണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകാൻ പറ്റി.
അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചെല്ലണത് ലൈവ് ഫിഷ് ക്യാച്ചിങ് കോമ്പറ്റീഷനിലേക്കാണ്. അത് മുതിർന്നവർക്കും കുട്ടികൾക്കും 2 പേർക്കും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 3 മിനിറ്റിൽ 2 മീനുകളെ പിടിക്കണം. അതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മുതിർന്നവരുടെ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും കാണുമ്പോൾ ഭയങ്കര എളുപ്പം പോലെ തോന്നി. അപ്പോൾ എന്തായാലും വന്നതല്ലേ, 50 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കയറി നോക്കി. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴല്ലടാ മനസ്സിലായത് കാണുന്ന പോലെ എളുപ്പമൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും തമാശയും ചിരിയൊക്കെ ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ കുറച്ച് നേരമൊക്കെ നോക്കിയൊക്കെ നിന്ന് നല്ല രസമായിരുന്നു. അവസാനമായപ്പോൾ ഓരോരുത്തർ മീൻ പിടിച്ച് തുടങ്ങിയപ്പോൾ എനിക്കാകെ അയ്യോ ഒന്നും കിട്ടാണ്ടായപ്പോൾ അവസ്ഥ വരരുത് എന്നുള്ളത്. പക്ഷേ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ 2 മീന് പകരം ഞാൻ 5 മീനെ പിടിച്ചു. പ്രൈസും കിട്ടി. അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഇങ്ങനെ ഇട്ടിരുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓട്ടോ ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അപ്പോൾ ബാക്കി എല്ലാനും ഉള്ളതായിരുന്നു. അപ്പോൾ ഓട്ടോ ആണ് എടുത്തത്. അത് കഴിഞ്ഞ് കുറേ സ്റ്റാളുകൾ തുടങ്ങി. അവിടെ അലുവ, മിച്ചറുകൾ, ചിപ്സുകൾ, അങ്ങനത്തെയൊക്കെ ഫോണിൻ്റെ കവറുകൾ, സെറ്റ് സാരികൾ, അങ്ങനത്തെയൊക്കെ ഒരുപാട് കടകളുണ്ടായി. സെറ്റ് സാരി എന്ന് ഞാൻ ഒരു സെറ്റ് സാരി വാങ്ങി കേട്ടോ അമ്മയ്ക്ക് വേണ്ടി. അമ്മ ഒരു അമ്പലപ്പുഴുവാണ്. അപ്പോൾ അമ്മയ്ക്ക് സെറ്റ് സാരി എത്ര കിട്ടിയാലും ആൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നോക്കിയപ്പോൾ അഫോർഡബിളായിട്ട് തോന്നിയ കാരണം ഒരു സെറ്റ് സാരി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കാര്യമായിട്ടൊന്നും വാങ്ങിയൊന്നുമില്ല. അവിടെ ഫുള്ള് ഒരുപാട് കടകളുണ്ടായിരുന്നു. മാലാവള അങ്ങനത്തെ നമ്മൾ സ്റ്റാളുകളിലൊക്കെ കാണാറില്ലേ, അതുപോലെ എല്ലാവരും. അതിൻ്റെ ഇടയ്ക്ക് ടുട്ടുവിനൊരു കണ്ണട ഇഷ്ടമായിട്ട് അവനെ കണ്ണടയൊക്കെ വാങ്ങിച്ചു കൊടുത്തവൻ വലിയ ആളായിട്ട് അവിടെ നടക്കുന്നുണ്ടായി. കിട്ടിയ ഓട്ടോ ഒക്കെ കൊണ്ട് അവിടെ കളിച്ച് ചിരിച്ചു ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു വലിയ റൂമിൽ ഫുള്ള് ക്രോക്കറി സെറ്റുകളുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോക്കറീസും. പിന്നെ ക്രോക്കറീസ് മാത്രമല്ല, വേറെ പ്ലാസ്റ്റിക് ഐറ്റംസ്, ഫർണിച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ടി വി ഐറ്റംസ്, ചവിട്ടികൾ, അങ്ങനെ വേണ്ട ഒരുപാട് ഫ്ലവർ വേസുകളും വലിയ വലിയ വേസുകളൊക്കെ ആയിരുന്നു. മിറേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചവിട്ടികളൊക്കെ വാങ്ങി. അഫോർഡബിളായിട്ട് തോന്നി, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കോർട്ടുകൾ എവിടെ നോക്കിയാൽ അവിടെ പായസം കൗണ്ടർ അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കൗണ്ടറിലും ആരും ഉണ്ടായിരുന്നില്ല. ഒക്കെ അടച്ചു പൂട്ടി ക്ലീൻ ചെയ്യണ സെക്ഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഇതേപോലെ തന്നെ പ്ലേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പ്ലേ ഏരിയയും ഇതുപോലെ എല്ലാവരും അടച്ചിരുന്നു. ഒന്നും വർക്കിംഗ് ആയിരുന്നില്ല, എല്ലാവരും മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. എന്നാലും നല്ലൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വന്നാൽ അടിച്ചു പൊളിച്ച് തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ബാലി എക്സിബിഷൻ. മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇവിടെ വന്നാൽ. രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയും, അത് ഒക്ടോബർ 5 വരെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര പെട്ടെന്ന് പോയി കാണാമെന്ന് വെച്ചാൽ എല്ലാവരും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിനെയും വിളിച്ചിട്ട് അങ്ങോട്ട് വിട്ടോ, ഒന്നും നോക്കണ്ട, 100 രൂപയ്ക്ക് ബാലി എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വരാം. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കുഞ്ഞൂട്ടനാകെ ടയേർഡായിപ്പോയി. അവനൊരു മാംഗോ ജ്യൂസും വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ ചായയും കാപ്പിയും എല്ലാം കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്